അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നന്മകളെയും തിന്മകളെയും അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷെ ആ നന്മ ചെയ്തില്ല എങ്കിൽ അവൻ്റെ ഉദ്ദേശത്തെ ഒരു പൂർണ്ണ പുണ്യകർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമത്രേ. ഇനി ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ആ നന്മ ചെയ്യുകയും ചെയ്താൽ ആ നന്മ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു തൻ്റെ അടുക്കൽ 10 മുതൽ 700 ഇരട്ടിയായും അതിനും മേൽപോട്ട് എത്രയോ ഇരട്ടിയായും രേഖപ്പെടുത്തി വെക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇനി ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ആ തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ അള്ളാഹു ഒരു പൂർണ്ണ സൽക്കർമ്മമായി അവൻ്റെ പേരിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇനി ഒരു മനുഷ്യൻ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ആ തിന്മ പ്രവർത്തിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ഏതൊരു തിന്മയാണോ പ്രവർത്തിച്ചത് അത് മാത്രമേ അള്ളാഹു അവൻ്റെ അടുക്കൽ രേഖപ്പെടുത്തുകയുള്ളൂ. ആരോടും അള്ളാഹു അക്രമം കാണിക്കുകയില്ല. യഥാർത്ഥത്തിൽ നമ്മളല്ലേ അള്ളാഹുവിനോട് അതിക്രമം കാണിക്കുന്നവർ. ഒരു തിന്മ ചെയ്യാതിരുന്നിട്ട് ആ തിന്മ ചെയ്യാത്തതിൻ്റെ പേരിൽ നന്മ തരുകയും ഒരു തിന്മ ചെയ്യുമ്പോൾ ആ തിന്മ മാത്രം അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്യുന്ന എത്രയോ വലിയ ഭാഗ്യമാണ് നമുക്ക് നൽകിയത്. എന്നിട്ടും വീണ്ടും വീണ്ടും തിന്മയിലേക്ക് പോകുന്ന മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.